സിദ്ധാർത്ഥന്റെ ദുരൂഹമരണത്തിൽ മുഖ്യപ്രതികൾ പിടിയിലായിരിക്കുന്നു. സിൻജോ ജോൺസണും കാശിനാഥനുമാണ് പിടിയിലായിരിക്കുന്നത്. സിൻജോയെ കഴിഞ്ഞ ദിവസം കൊല്ലം കരുനാഗപ്പള്ളിയിലെ ബന്ധുവിന്റെ വീട്ടിൽ നിന്നാണ് പിടികൂടിയത്. കാശിനാഥൻ പോലീസിൽ കീഴടങ്ങുകയായിരുന്നു. സിദ്ധാർത്ഥൻ നേരിട്ടത് കൊടിയ പീഡനമെന്നാണ് കോളേജിലെ റാഗിംഗ് വിരുദ്ധ സ്ക്വാഡിന്റെ കണ്ടെത്തൽ. വിശദാംശങ്ങളുമായി പ്രജിത്ത് തുടരുന്നുണ്ട്. കോളേജ് ഹോസ്റ്റലിന് മുന്നിൽ നിന്ന് പ്രജിത്ത്, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ആ രേഖയെക്കുറിച്ചാണ്. അതായത് ഇത്തരത്തിലൊരു മരണം സംഭവിച്ചതിന് ശേഷവും ക്രൂരമായി തന്നെയാണ് SFI തുടർന്നുള്ള നീക്കങ്ങളും നടത്തിയത്. ഈ മരണത്തിന് ശേഷം പോലും വ്യാജ പരാതി ചമച്ചുകൊണ്ട് ഈ സിദ്ധാർത്ഥനെതിരെ നീക്കങ്ങൾ നടത്തുകയായിരുന്നു SFI. അതിൻ്റെ രേഖകൾ പുറത്തു വന്നിരുന്നു. കോളേജ് അധികൃതരും അതിന് കൂട്ടുനിൽക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. തീർച്ചയായും ഇപ്പോൾ ബന്ധുക്കൾ ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത് പോലെ, വിവിധ രാഷ്ട്രീയ സംഘടനകൾ ആവശ്യപ്പെടുന്നത് പോലെ കോളേജ് അധികൃതരെയും പ്രതികളാക്കാനുള്ള എല്ലാ തെളിവുകളുമാണ് നിലവിൽ ലഭിച്ചിരിക്കുന്നത്, അല്ലേ? പല ജഡ്ജി ഈ വിഷയത്തിൽ SFI സ്വീകരിച്ചിട്ടുള്ള നിലപാട് അത് തന്നെയാണ് രാജീവ്. പ്രത്യേകിച്ച് ഈ സിദ്ധാർത്ഥന്റെ മരണം ഉണ്ടാകുന്നു. ആ സമയത്താണ് ഈ വിഷയത്തിൽ തങ്ങളുടെ കൈവിട്ടു പോയി എന്നുള്ള കാര്യം SFI മനസ്സിലാക്കുക. അപ്പോൾ അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ, ഒന്ന്, സിദ്ധാർത്ഥന്റെ ഒരു സ്വഭാവ ദൂഷ്യമുള്ള ആളാണെന്ന് വരുത്തി തീർക്കണം. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്ന ഈ ആരോപണങ്ങളുടെയൊക്കെ ഒരു തീവ്രത, അതായത് സിദ്ധാർത്ഥനെതിരെ ഒരു പരാതി ഉണ്ട്, അതുകൊണ്ട് ആണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന രീതിയിൽ അതിന്റെ ഒരു തീവ്രത കുറയ്ക്കാനുള്ള ശ്രമം കൂടിയാണ് SFIയുടെ ഭാഗത്ത് നിന്നുണ്ടായത് എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരുന്നു. കാരണം 18-ാം തീയതി ഈ പരാതി വരുന്നു. ഈ പരാതി വന്ന് 19-ാം തീയതി തന്നെ ആ കോളേജിലെ അധികൃതർ, അതായത് ആദ്യഘട്ടത്തിൽ സിദ്ധാർത്ഥന്റെ മരണമുണ്ടായപ്പോൾ പോലും ഒന്നും പറഞ്ഞില്ല എന്ന് പറയുന്ന കോളേജിലെ അധികൃതർ പോലും 19-ാം തീയതി ഈ പരാതി അധികൃതർ എന്ന് പറയുമ്പോൾ കോളേജിലെ ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റിക്ക് കൈമാറുന്നു. 20-ാം തീയതി ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റിക്ക് ഈ കത്ത് കിട്ടുന്നു, ഈ പരാതി കിട്ടുന്നു. ഈ പരാതിയിൽ അടിയന്തര യോഗം ചേരുന്നു. അതായത് മരിച്ച വിദ്യാർത്ഥിക്കെതിരായ പരാതി ചർച്ച ചെയ്യാൻ 20-ാം തീയതി അടിയന്തര യോഗം ചേരുന്നു. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സിദ്ധാർത്ഥിനെ ആക്രമിച്ചവർക്കെതിരായ നടപടി സ്വീകരിക്കുന്നത് 22-ാം തീയതിയാണ്. അതിനു മുൻപ് സിദ്ധാർത്ഥിനെതിരായ ഇത്തരമൊരു പരാതി ഉണ്ടായിരുന്നു. ആ പരാതിയിൽ ഒരു നടപടി സ്വീകരിക്കാനോ അല്ലെങ്കിൽ ആ പരാതി പരിഗണിക്കാൻ വേണ്ടി യോഗം ചേരാനാണ് കോളേജ് അധികൃതർക്ക് തിടുക്കമുണ്ടായിരുന്നത്. അതിൽ SFI പ്രതിനിധികളുണ്ടായിരുന്നു, ഇടതുപക്ഷ അധ്യാപകരുണ്ടായിരുന്നു. ഇവരെല്ലാവരും ചേർന്നാണ് ഇങ്ങനൊരു യോഗം ചേർന്നിരിക്കുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ യോഗത്തിൽ പങ്കെടുക്കാത്തവരുടെ ഒപ്പുകൾ പോലും ഈ പരാതിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിൽ ഉണ്ട് എന്നുള്ള ആരോപണങ്ങളും പുറത്തു വരുന്നുണ്ട് രാജീവ്.